ഇത്തവണ ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെപ്പറ്റിയും അതിൽ പുറത്തു വന്ന ചില കാര്യങ്ങളെപ്പറ്റിയുമാണ് സംസാരിക്കുന്നത്. പുറത്തു വന്ന കാര്യങ്ങളിൽ ഇതാണ്. അതായത് 2020 ചൈനയുടെ ടാങ്കുകളും അതുപോലെ ആക്രമണ സന്നാഹവും ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ നിർദ്ദേശം കിട്ടിയത് ഉചിതമായ കാര്യം ചെയ്യൂ എന്നുള്ളതാണ് എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ ഒരു യൂണിഫോംഡ് ഓഫീസർക്ക് കിട്ടാവുന്ന മുകളിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുമതിയാണത്. കാരണം അവിടെ നടപടികൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ആ പട്ടാള നേതൃത്വം തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത് തന്നെയാണ് കൊടുത്തത്. കാരണം അവിടെ നടപടികൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും പട്ടാള നേതൃത്വമാണ്. അവരാണ് അതിലെ എക്സ്പെർട്ട്. അതല്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ, പൊളിറ്റിക്കലായിട്ടും രാജ്യത്തിനകത്തുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും സേനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഈ രീതിയിൽ ഫ്രീഡം ഓഫ് ആക്ഷൻ കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ മുഴുവനായി ചെയ്യുകയുമാണ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ 2 വെടി വലത്തോട്ട് വയ്ക്ക്, 3 വെടി മുന്നോട്ട് വയ്ക്ക്, 4 വെടി ഇടത്തോട്ട് വയ്ക്ക് എന്നൊക്കെ പറയുകയല്ല ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ജനറൽ ആയിരിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന യോഗ്യതയെപ്പറ്റി തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് വലിയൊരു കൊതിക്കറിവുണ്ട്. അദ്ദേഹത്തിനെ CDS ആക്കിയില്ല എന്നുള്ളത്. കാരണം CDS ആക്കുകയാണെങ്കിൽ 3 സേനകളുടെയും തലവനായി വീണ്ടും 3 വർഷത്തേക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അത് ഇങ്ങനെയൊരു മനുഷ്യനെ CDS ആക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഓപ്പറേഷൻ സിന്ദൂരിൽ എത്ര ഭംഗിയാണ് CDSഉം മറ്റ് സേനാ തലവന്മാരും ചേർന്ന് പാകിസ്ഥാന് മറുപടി കൊടുത്തതും പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സേനകളെയാണ് നമ്മൾക്ക് ആവശ്യം. ഇതിപ്പോൾ പോലീസിന് സംഭവിക്കാറുണ്ട്. എനിക്കൊരു ചെറിയ സംഭവം ഓർമ്മ വരുന്നത് 2001-05 കാലഘട്ടത്തിൽ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം, അന്ന് കാസർഗോഡ് SP ആയിരുന്ന ഒരാൾ, വളരെ ചെറുപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സർവീസിലുള്ള സമയമാണ്. അവിടെ ഒരു സംഘർഷം നടന്ന സമയം, സ്ഥലത്ത് നിന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചു. ഞാൻ വെടിവെക്കട്ടെ എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുക വെടിവെക്കണോ വേണ്ടേ എന്ന്? അപ്പോൾ അത് ഏതായാലും വെടിവെപ്പുണ്ടായില്ല. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനായിട്ട് ശരിക്കും അത് വളരെ തെറ്റായ നടപടിക്രമമാണ്. അങ്ങനെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാളോടല്ല ഫീൽഡിലുള്ള ഒരു ഓഫീസർ അനുമതി ചോദിക്കേണ്ടത്. അവിടെ ഇനി രാഷ്ട്രീയ നേതൃത്വ അനുമതിയാണെങ്കിൽ അത് ചോദിക്കേണ്ടത് ജനറലായിട്ട് തന്നിരിക്കുന്നത് അന്ന് CRPCയിലും ഇന്ന് BNSSലുമാണ്. ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റിനെ നേരിടേണ്ട സന്ദർഭം വന്നാൽ പോലീസിന് വെടിവെക്കാൻ അനുവാദം വേണം എന്ന് പറഞ്ഞ്, അപ്പോൾ അനുവാദമുണ്ട്, അത് നിങ്ങൾ CRPC അനുസരിച്ച് ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. കാരണം ഫീൽഡിൽ ഇപ്പോൾ പോലീസിന് നേരെ ആരെങ്കിലും വെടിയുതിർത്തുകയാണെങ്കിൽ അതിന് തിരിച്ചു വെടിവെച്ച് അവരെ കീഴടക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സേനയുടെയും ഉത്തരവാദിത്തം. സേനയ്ക്ക് അതിർത്തി തള്ളിക്കയറി ആരെങ്കിലും വരികയാണെങ്കിലോ അവരെ ആക്രമിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിലോ അത് നേരിടേണ്ടത് സേനയോ അല്ലെങ്കിൽ പോലീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലീസൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള യൂണിഫോംഡ് സർവീസസിന് ഓരോ തവണയും ഇത് ഫീൽഡിലെ കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റാത്ത, നേരിട്ട് അനുഭവവേദ്യമല്ലാത്ത രാഷ്ട്രീയ നേതൃത്വം, അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ആ സ്വാതന്ത്ര്യത്തെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതേസമയം നിങ്ങൾക്ക് ഉചിതമായിട്ട് ഉള്ളത് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് അനുവാദം തന്നിരിക്കുന്നു. അത് ചെയ്യുക, അത് ചെയ്യേണ്ടത് പിന്നീട് പട്ടാളക്കാരാണ്. അല്ലാതെ രാഷ്ട്രീയ നേതാക്കൾ അവിടെ പോയി യുദ്ധം ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനാണ് പട്ടാളത്തിനെയും അതുപോലെ ആവശ്യമുള്ള സമയങ്ങളിൽ ഇതുപോലെ LWയുടെ കാര്യങ്ങളുള്ള സമയത്തൊക്കെ പോലീസിനെയും തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് പകരം ഉചിതമായ നടപടി എടുക്കുക എന്നല്ലാതെ കൃത്യമായ നിർദ്ദേശം കിട്ടിയില്ല എന്ന് കൊതിക്കറിവ് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു യൂണിഫോംഡ് ഓഫീസർക്ക് യോഗ്യമല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർ ഈ കാര്യത്തിൽ നിന്നൊരു പാഠം പഠിക്കേണ്ടത്, ഇങ്ങനെ പരിതപിക്കുകയല്ല ഒരു റിട്ടയർഡ് ജനറൽ ചെയ്യേണ്ടത്. അഭിമാനത്തോടെ പറയണം, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു, ആ പൂർണ്ണ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസിലാണെങ്കിൽ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും. അതല്ലാതെ ഇടതുകാല് വെക്കണം, വലതുകാല് വെക്കണം, ഇടതുകാല് തിരിഞ്ഞ് വലതുകാല് മാറ്റി അങ്ങനെ അടിക്കണമെന്ന് പറയാനല്ല രാഷ്ട്രീയ മേധാവിത്വം ഇരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടും ഏത് ആയുധം ഉപയോഗിക്കണം, ഒരുപക്ഷെ അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം പ്രധാനമന്ത്രിയിൽ ആയിരിക്കും. പക്ഷേ
അതല്ലാതെ ബാക്കിയുള്ള എല്ലാ ആയുധങ്ങളുടെയും നിയന്ത്രണം വരുന്നത് പട്ടാള മേധാവി തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അവരുടെ അതാത് തലത്തിലുള്ള ഇപ്പോൾ ഒരു ക്യാപ്റ്റനോ മേജറോ ലഫ്റ്റനന്റ് കേണലോ ബ്രിഗേഡിയറോ മേജർ ജനറലോ ലഫ്റ്റനന്റ് ജനറലോ അവരുടെ കീഴിൽ വരുന്ന തീരുമാനങ്ങൾ അവർ എടുക്കേണ്ടതാണ്. അതിന് ആ ഫീൽഡിൽ എന്ത് സംഭവിക്കുന്നോ അതനുസരിച്ചുള്ള സാധനങ്ങൾ അതിന് നടപടിയെടുക്കാൻ എനിക്ക് ആവശ്യമായ വെടിക്കോപ്പുകൾ തീർന്നു, അല്ലെങ്കിൽ സംഭരണം അതില്ല, എനിക്ക് മറ്റേതെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടാം. പക്ഷേ നടപടിയെടുക്കേണ്ടത് അവരാണ്. എന്താണ് നടപടി വേണ്ടത്? ഒരു വരുന്ന ഫ്ലൈറ്റിനെ വെടിവെച്ച് ഒരു മിസൈലിനെ ഏത് രീതിയിലാണ് നേരിടേണ്ടത് അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതിന് അതിനാണ് പരിശീലനം നേടിയ യൂണിഫോംഡ് സർവീസസ് ഉള്ളത്. അത് രാഷ്ട്രീയ മേലാളന്മാരുടെ മുതുകിൽ കെട്ടി വെക്കാനുള്ള ശ്രമം വളരെ അപലപനീയമാണ്. വളരെ നിർദാക്ഷിണ്യം പുച്ഛിച്ച് തള്ളേണ്ടതാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ മേധാവിമാർ ഉണ്ടായിപ്പോയല്ലോ എന്നുള്ളത് പരിതപിക്കേണ്ടത് ഇന്ത്യൻ ജനതയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള യൂണിഫോംഡ് വിഭാഗങ്ങളിലെ ഓഫീസർമാർ ശ്രദ്ധിക്കുക. ഫീൽഡിൽ വരുന്ന നടപടികൾ നിങ്ങൾ എടുക്കേണ്ടതാണ്. പോലീസിന് പട്ടാളത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് തീർച്ചയായിട്ടും അവർക്ക് ആ നടപടികൾ എടുക്കാൻ സാധിക്കും. ഭയക്കേണ്ട യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു രാജ്യരക്ഷാമന്ത്രിയും പ്രധാനമന്ത്രിയും ഉചിതമായ നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പൂർണ്ണ സ്വാതന്ത്ര്യം മറ്റെവിടെയാണ് കിട്ടുക? അത് കിട്ടാത്തതാണ് പലപ്പോഴും നമ്മുടെ നടപടികളെ ഇല്ലാതാക്കിയിട്ടുള്ളത്. അത് വേണ്ട. ഇപ്പോൾ 26/11 ആക്രമണത്തിൽ അതിന് നടപടികൾ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് അതാണ് തെറ്റ്. അതിൽ ഉചിതമായ നടപടി എടുക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ കരസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഒക്കെ ആക്രമണം പാകിസ്ഥാനിന് കിട്ടുമായിരുന്നു. അന്ന് തന്നെ അവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉചിതമായ നടപടികൾ എടുത്തുള്ളൂ എന്ന് പറയുന്നതാണ് ശരി. അതാണ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ നടപടി. അത് ലഭിക്കുക എന്നുള്ളതാണ് ഓരോ യൂണിഫോംഡ് ഉദ്യോഗസ്ഥൻ്റെയും ഏറ്റവും നല്ല അനുഭവം, അല്ലെങ്കിൽ സ്വന്തം ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത് ജീവൻ കളഞ്ഞും ബലി നൽകിയും ഉപയോഗിക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ട കർത്തവ്യം. ആ കർത്തവ്യത്തിന് വേണ്ടിയാണ് അയാൾ യൂണിഫോം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ഈ വെളിപ്പെടുത്തൽ അദ്ദേഹത്തെ തന്നെ അപമാനിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സേനയ്ക്ക് പോലും അത് അപമാനകരമാകും. അത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ പോലും അത് പ്രസിദ്ധീകരണത്തിന് ലഭ്യമാക്കിയ രീതിയും വളരെ തെറ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെ പറ്റി മാത്രം വിരൽ ചൂണ്ടുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.